മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം. 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. 3 തവണ MLA ആയി സേവനമനുഷ്ഠിച്ചിരുന്നു. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, അദ്ദേഹം ദീർഘനാളായി അസുഖബാധിതനായിരുന്നു. എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്? ദീർഘകാലമായി അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവും കൂടിയായിട്ടുള്ള കുട്ടി അഹമ്മദ് കുട്ടി മരണപ്പെടുന്നത്. 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. കൂടുതൽ ജനകീയനായിട്ടുള്ള, മലപ്പുറത്തെ സംബന്ധിച്ച് ജനകീയനായിട്ടുള്ള ഒരു മുസ്ലിം ലീഗ് നേതാവായിരുന്നു. ഏത് സമയവും ഏത് പ്രവർത്തനത്തിനും കൂടെ ഉണ്ടായിരുന്ന, പ്രവർത്തകർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. 1992 ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത്. പിന്നീട് 2006 2001 തിരൂരങ്ങാടിയിൽ നിന്നുമാണ് അദ്ദേഹം മത്സരിച്ച് MLA ആയി വന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം, അതായത് താനൂര്, തിരൂരങ്ങാടി മേഖലയിലെല്ലാം തന്നെ കൂടുതൽ ജനകീയനായതുകൊണ്ട് തന്നെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. അവർക്ക് തീരെ നഷ്ടമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. മറ്റ് കബറടക്ക ചടങ്ങുകളെല്ലാം തന്നെ മറ്റ് നടപടികൾ ക്രമീകരിച്ച് നടത്തും എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കളും ബന്ധുക്കളും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മുസ്ലിം ലീഗിന്റെ താനൂർ മണ്ഡലം പ്രസിഡന്റ്, FTU മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, തിരൂർ MSF പോളിടെക്നിക് ഗവർണിംഗ് ബോഡി ചെയർമാൻ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലായിരിക്കും, അദ്ദേഹത്തിന്റെ വീട്ടിനടുത്തുള്ള പള്ളിയിലായിരിക്കും ഖബറടക്കം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുക. KP ശരി, മലപ്പുറത്ത് നിന്നും സോണൽ കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.